നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകളിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമൊക്കെ. ആദ്യഘട്ട വോട്ടെടുപ്പിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ഒരു കണക്കുകൂട്ടലുകളിലായിരിക്കും ഇന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ. രണ്ടാം ഘട്ടം നാളെ നടക്കുമ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും VC നിയമനവും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്ന വിഷയങ്ങളൊക്കെയുണ്ട്. എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വോട്ടെടുപ്പിനൊരുങ്ങി വടക്കൻ കേരളം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണം. സംസ്ഥാനത്ത് ആദ്യഘട്ട പോളിംഗ് 70.09% തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതീക്ഷയിൽ മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തലിൽ തെളിവുകൾ കൈമാറും. റിമാൻഡ് റിപ്പോർട്ടുകളും FIR പകർപ്പുകളും ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാനാകാതെ കോഴിക്കോട് കുന്നമംഗലം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകർ. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിൽ നിന്ന് സ്വത്ത് കണ്ടുകെട്ടി പണം തിരികെ നൽകാൻ ഉത്തരവുണ്ടായിട്ടും എങ്ങുമെത്താതെ തുടർ നടപടികൾ. 260ഓളം പേർക്ക് ലഭിക്കാനുള്ളത് 6 കോടിയോളം രൂപ. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കത്തിന് സർക്കാർ. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഇന്ന് ഗവർണറെ കാണും. നീക്കം പ്രശ്നത്തിനുടൻ പരിഹാരം കാണണമെന്ന സുപ്രീം കോടതി അന്ത്യശാസനത്തിന് പിന്നാലെ. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയും ഡൽഹിയിലെ വായു മലിനീകരണവും ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ലോക്സഭയിൽ SIRലുള്ള ചർച്ച ഇന്നും തുടരും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ മറുപടി നൽകും. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിനെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ. സൈബർ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യാൻ പോലീസ്. വിശദമായി നോക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളൊക്കെ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മി, നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. എത്രത്തോളം പ്രതീക്ഷയിലും ആശങ്കയിലും ഒക്കെയാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഒരു വോട്ടെടുപ്പിലേക്ക് ജനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ? അമ്പിളി, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ഏതായാലും മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അവർ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ഘട്ട നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും 604 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ഏതായാലും 8 മണിയോടുകൂടി തന്നെ അവർക്ക് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും നിശബ്ദ പ്രചരണത്തിൽ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ഘട്ട നീക്കങ്ങൾ മുന്നണികൾ എല്ലാം നടത്തുന്നുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥികൾ 14 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ 2 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികൾ ഇതുപോലെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അവിടെയുള്ള പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും മുന്നണികളെല്ലാം തികഞ്ഞ
ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ജില്ലകളിലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 604 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശത്തിൽ ഈ 3 മുന്നണികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 50 വർഷത്തോളമായി LDFന്റെ പക്കലാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ളത്. ഏതായാലും അത് തിരിച്ചു പിടിക്കണം, ഇത്രയും വർഷത്തിലുള്ള ഈ ഒരു UDF തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ 3 മുന്നണികളും യുവതലമുറയിലുള്ള ആളുകളെ അടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നറിയാനുണ്ട്. ഏതായാലും 3 മുന്നണികൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ബാക്കിയുള്ള നഗരസഭകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പോലും 4 നഗരസഭകൾ UDFന്, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 നഗരസഭകൾ LDFന്റെയും കയ്യിലാണുള്ളത്. മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് അടക്കം വരികയാണെങ്കിൽ അതെല്ലാം LDFന്റെ കൈകളിലാണുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് പിടിക്കും എന്നതിലുള്ള ആര് പിടിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും നാളെ 6 മണിയോട് കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. അതുപോലെ തന്നെ എല്ലാവരും വോട്ടർമാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇതിൽ 6 മണിയോടുകൂടി ആരംഭിച്ച 7 മണിയോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ ആരംഭിക്കും. ഏതായാലും വൈകുന്നേരം 6 മണി കൂടി തന്നെ വോട്ടെണ്ണൽ അതുപോലെ തന്നെ ശരി, 2ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രതീക്ഷയിലും ആശങ്കയിലും ഒക്കെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇന്ന് നിശബ്ദ പ്രചരണമായതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ഇന്നലെ ആയിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 70.9% പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലാണ് 74.58%. കുറവ് പോളിംഗ് പത്തനംതിട്ടയിലാണ് 66.78%. തിരുവനന്തപുരത്ത് 67.4%. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ 70.36%, ആലപ്പുഴ 73.76%, കോട്ടയം 70.96%, ഇടുക്കി 71.77% എന്നിങ്ങനെയാണ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പോളിംഗ്. ഈ കണക്ക് അന്തിമമല്ലെന്നും അവസാന പോളിംഗ് ശതമാനം കണക്കുകൾ ഇന്ന് പുറത്തുവിടുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 75% പോളിംഗ് കടക്കുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടുക്കി വട്ടവടയിൽ ഇന്ന് BJP ഹർത്താൽ. LDF പ്രവർത്തകർ BJP പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. കള്ളവോട്ട് ചെയ്തുവെന്ന് ആരോപിച്ചാണ് സംഘർഷമുണ്ടായത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ CPI സ്ഥാനാർത്ഥി രാമരാജിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. 15 വർഷമായി CPM എതിരില്ലാതെ വിജയിക്കുന്ന വാർഡാണ് കടവരി. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുന്നിൽ മൊഴി നൽകും. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടൊരു മെല്ലപ്പോക്കുണ്ടെന്നുള്ള ആരോപണം നിലവിൽ UDFനുണ്ട്. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല SITക്ക് മുന്നിലേക്ക് എത്തുന്നത്. നിർണായക തെളിവുകൾ നൽകുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിലാണ്. അമ്പിളി, തീർച്ചയായും അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മന്ദഗതിയിലാണ് എന്നൊരു ആരോപണം UDF ഉന്നയിക്കുന്ന ഒരു വേളയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഇപ്പോൾ SITക്ക് മുന്നിൽ ഇന്ന് മൊഴി നൽകുമെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തല ഉയർത്തിയിരുന്നു. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ ആന്റിക് കടത്തുന്ന സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്നും 500 കോടി രൂപയിലധികം രൂപയുടെ ഒരു തിരിമറിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ നിരവധി രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല SITക്ക് പരാതി നൽകുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏതായാലും SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഏതായാലും ഒരുങ്ങുന്നത്. രമേശ് ചെന്നിത്തല തന്നെയാണ് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് SITയെ അറിയിക്കുകയുണ്ടായിരുന്നത്. തിരുവനന്തപുരം മീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ്
ചെന്നിത്തല മൊഴി നൽകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ തന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനെ ഉതകുന്ന തെളിവുകളുണ്ട് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ SITക്ക് മുന്നിൽ സമർപ്പിക്കുമോ എന്ന കാര്യത്തിലും നിലവിൽ ഒരു ആകാംക്ഷയുണ്ട്. കാരണം അത്തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഏതായാലും ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ മൊഴിയായി രേഖപ്പെടുത്തും. അത് സംബന്ധിച്ചുള്ള തെളിവുകളും നിലവിൽ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്നുള്ളത്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുന്നിലെത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയെ സംസ്ഥാന സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. ശബരിമലയിൽ ED അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് EDയുടെ കണ്ടെത്തൽ. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിന്റെ FIR പകർപ്പുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ട് ED അഭിഭാഷകൻ കോടതിയിൽ കഴിഞ്ഞ ആഴ്ച അപേക്ഷ സമർപ്പിച്ചിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും കുറ്റകൃത്യത്തിലൂടെ നേടിയ സ്വത്ത് കൈവശം വച്ചിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതായി ED ഹർജിയിൽ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായാണ് EDയുടെ നീക്കം. ആവശ്യപ്പെട്ട രേഖകൾ അന്വേഷണത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്നും അവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉറപ്പു നൽകി. ഇതേ ആവശ്യവുമായി നേരത്തെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെന്നും വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായും ED അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ശബരിമലയിലേക്ക് ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രേഖകൾ കൈമാറാനാവില്ലെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. കേസിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുമെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. എതിർവാദം കൂടെ കേട്ട ശേഷമാകും രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമാവുക. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്നും ഉന്നതരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമാന്തര അന്വേഷണവുമായി ED രംഗത്തെത്തുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ കഴിയാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് കോഴിക്കോട് കുന്നമംഗലം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകർ. UDF ഭരണത്തിലുള്ള സൊസൈറ്റിയിൽ നിന്ന് 260ഓളം പേർക്ക് 6 കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. നിയമപോരാട്ടത്തിനൊടുവിൽ തട്ടിപ്പ് നടത്തിയ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരിൽ നിന്ന് സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ഉത്തരവുണ്ടായിട്ടും തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ബാങ്കിന്റെ വിശ്വാസവഞ്ചനയിൽപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് 9 വർഷത്തോളമായി ദുരിതമനുഭവിക്കുകയാണ് കുന്നമംഗലം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകർ. ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. 2016 സമയപരിധി കഴിഞ്ഞ് ലഭിക്കേണ്ട തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. പെരിങ്ങോളം സ്വദേശി ഭാസ്കരനും ഭാര്യ കാർത്യായനിയും തട്ടിപ്പിനിരയായവരിൽ 2 പേരാണ്. 14 ലക്ഷത്തിലധികം രൂപ തിരികെ ലഭിക്കാതെ വന്നതോടെ നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് ഈ കുടുംബം. നിക്ഷേപം നടത്താൻ വേണ്ടി വന്നുകഴിഞ്ഞുള്ള കാശ് തരണം പറഞ്ഞിട്ട് വന്ന് വാങ്ങിപ്പോണ പലിശ കൂടുതൽ തരാം, എല്ലാവരും തന്നെക്കാട് കൂടുതൽ 2%, 3% അതിന് പറഞ്ഞുകൊണ്ടുവരും. അങ്ങനെ കുറേ കാലം ഇടപാടുകൾ നടന്ന ശേഷം പിന്നെ ഞാൻ അറിയണത്. ഞാൻ അറിഞ്ഞപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പം ആണ് ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഭാര്യ കിടക്കുമ്പോൾ 2.5 കൊല്ലം ഞങ്ങളപ്പോഴും 2-3 പ്രാവശ്യം മീറ്റിങ്ങിന് പോകുന്ന അവിടെ. അതിന് ശേഷമാണ് ഒരു ഷോക്ക് വന്നാൽ ഇപ്പോൾ കിടപ്പിലേറ്റപ്പോൾ കുറേ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയും കൊണ്ടില്ല. പല പ്രാവശ്യത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നുമില്ല. പിന്നെ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്താണ് സൊസൈറ്റി ആളുകളെ ചേർക്കുന്നതെന്നും പണം തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും നിക്ഷേപകർ പറയുന്നു. അവസാന ഘട്ടത്തിൽ ഇത് പെൻഷൻ തുക അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ കല്യാണം അത് നഷ്ടപ്പെട്ടു പോയി, മക്കളെ പഠനം അവിടെ ഇവിടെയൊക്കെ നിന്നുപോയി, രോഗചികിത്സ നടത്താൻ പൈസ ഇല്ല. വല്ലാത്തൊരവസ്ഥയിലും വിഷമ അവസ്ഥയിലാണ് ഈ നിക്ഷേപകർ. മനസ്സിലായില്ലേ? ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു മുഴുവൻ തരണ്ട, പകുതി ഇപ്പോൾ തരിക, അല്ലെ 1/3, എന്നിട്ട് 2-3 തവണയായി തരിക, JR ഓഫീസ് മധ്യസ്ഥം വഹിച്ചാൽ മതി. അങ്ങനെ അനുകൂലമായ അവസ്ഥയൊക്കെ ഞങ്ങൾ പ്രകടിപ്പിച്ചു പോയിട്ട് പോലും യാതൊരു നീക്കമില്ല. കിട്ടിയത് കിട്ടി, ഇനി അതുപോലും വാങ്ങാൻ കഴിയില്ല, ഓലക്കാട്ട് മരിച്ചു പോവും എന്ന ധാരണയിലാണ് അവരുള്ളത്. എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടിയാൽ നന്നായിരുന്നു. അതാണ് നിയമ പോരാട്ടത്തിനൊടുവിൽ തട്ടിപ്പ് നടത്തിയ സൊസൈറ്റി ജീവനക്കാരിൽ നിന്ന് സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് ഉത്തരവ് നിലനിൽക്കെ ഇതുവരെയും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.
സർവകലാശാലകളിലെ VC നിയമനത്തിൽ അനുനയ നീക്കത്തിനൊരുങ്ങി സർക്കാർ. മന്ത്രി പി രാജീവും ആർ ബിന്ദുവും ഇന്ന് ഗവർണറെ കാണും. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ അനുനയ നീക്കത്തിന് ശ്രമിക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആതിര, സർക്കാരും ഗവർണറും വ്യത്യസ്ത പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു അന്ത്യശാസനം വരുന്നത്. ഇന്ന് നിയമമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറെ കാണുമ്പോൾ എന്ത് സമവായമാണ് പ്രതീക്ഷിക്കുന്നത്? അമ്പിളി, ഈ കേരള ഡിജിറ്റൽ സർവകലാശാല അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലകളിലൊന്നും തന്നെ സ്ഥിരമായി VC ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഏതായാലും മന്ത്രിമാരായ പി രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. ആദ്യഘട്ടം മുതൽ ഈ VCയുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നീണ്ടൊരു കാലത്തെ ഒരു തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ നിർദ്ദേശിക്കുന്ന പേരുകൾ മുഖ്യമന്ത്രിയും സർക്കാർ നിർദ്ദേശിക്കുന്ന പേരുകൾ ഗവർണറും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ VC നിയമനം ഏറെക്കാലമായി നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. വളരെയധികം ഈ സർവകലാശാലകൾ അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലുമായിരുന്നു. ഇതിനെ തുടർന്ന് ഈ സിസ തോമസിനെ ഉൾപ്പെടെ VC ആയി നിയമിക്കണമെന്ന ആവശ്യമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മെറിറ്റ് കണക്കാക്കാതെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അല്ലെങ്കിൽ സർക്കാർ സിസ തോമസിനെ ഒഴിവാക്കുന്നു എന്ന ആരോപണമാണ് ഗവർണർ പ്രധാനമായും സുപ്രീം കോടതിയിലെ ഹർജിയിൽ ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. പക്ഷേ ഇതിനെയൊക്കെ തുടർന്നുകൊണ്ട് തന്നെ ഇരു കൂട്ടരും ഗവർണറും സർക്കാരും അയയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ VC നിയമനം പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതി കർശനമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏതായാലും ഇരു മന്ത്രിമാരും ഗവർണറെ കണ്ട് ഒരു സമവായത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥിരം VC നിയമിച്ചില്ലെങ്കിൽ, സർക്കാരും ഗവർണറും സമവായത്തിലെത്തി ഒരു സ്ഥിരം VC സർവകലാശാലകളിൽ നിയമിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് ഈ നിയമന നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന താക്കീതും ഏതായാലും കോടതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം 3:30യോടുകൂടിയാണ് ഈ ഗവർണറുമായി മന്ത്രിമാർ ചർച്ച നടത്തുക. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് എന്താണ് തീരുമാനം എന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ഒരു സൂചനയുണ്ടാകുക. ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയോടുകൂടി ഒരു സമവായം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം ഏതായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ശരി, സർവകലാശാലകളിലെ VC നിയമനത്തിൽ അനുനയ നീക്കത്തിനൊരുങ്ങുകയാണ് സർക്കാർ. ഇന്ന് മന്ത്രി പി രാജീവും ആർ ബിന്ദുവും വൈകിട്ട് ഗവർണറെ കാണും. പ്രശ്നപരിഹാരത്തിന് പരിഹാരമുണ്ടാകുമോ എന്ന് തന്നെയാണ് ആതിര സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആതിര രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുകയാണ്. ലോക്സഭയിൽ SIRലുള്ള ചർച്ച ഇന്നും തുടരും. ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ മറുപടി നൽകും. അതേസമയം ഇരു സഭകളിലും വിമാന പ്രതിസന്ധിയും അതുപോലെ തന്നെ ഡൽഹിയിലെ വായു മലിനീകരണവും ഒക്കെ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തും. വന്ദേമാതരം ചർച്ചയിൽ നെഹ്റുവിനെ ഉൾപ്പെടെ BJP അപമാനിച്ചു എന്ന കോൺഗ്രസ് ആരോപണത്തിനും പ്രതിഷേധം ഉണ്ടാകും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭരണ പ്രതിപക്ഷ വാഗ്വാദങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നും SIRൽ ചർച്ചയുണ്ട്. ഇന്നും പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണോ സാധ്യത? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും വന്ദേമാതരം ചർച്ചയിൽ എന്താണ് മുന്നോട്ട് വെച്ചത്? BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വാക്പോരാണ് ഉണ്ടായത്. അതിനുശേഷം SIRലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. SIRൽ രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. തന്റെ കയ്യിൽ എവിടെയൊക്കെയാണ് കള്ളവോട്ട് നടന്നത് എന്ന് സംബന്ധിച്ച് തെളിവുകളുണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിലൊന്നും തന്നെ കമ്മീഷൻ മറുപടി പറഞ്ഞില്ല. അത് കമ്മീഷന്റെ നിയന്ത്രണം പൂർണ്ണമായി RSSും BJPയും ഒക്കെ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും വരുതിയിലാക്കുന്നത് ഇത്തരം, അതായത് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ RSSും ഒക്കെയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അതേസമയം തന്നെ BJP അതിന് ആദ്യഘട്ടത്തിൽ തന്നെ മറുപടി പറഞ്ഞത് ഒരു ഭരണഘടനാ സ്ഥാപനത്തെയും വിശ്വാസമില്ലാത്ത തരത്തിൽ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് BJPയുടെ ആരോപണം. തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുകൂടി BJP ആരോപിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച, കോൺഗ്രസ് നേതാവ്
നേതാക്കളൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മറുപടി ഉണ്ടാകും. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുമോ എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി SIR മാറി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ വന്ദേമാതരത്തിന്റെ ചർച്ചയിലുള്ളതാണ് കുറെ കൂടി വിവാദമായത്. പ്രത്യേകിച്ച് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഒക്കെ തന്നെ കടന്നാക്രമിക്കുകയായിരുന്നു BJP. ഒരു ഘട്ടത്തിൽ വന്ദേമാതരത്തെ ആലപിച്ച ആളുകളെ ജയിലിടുന്ന അവസ്ഥയിലേക്ക് രാജ്യമെത്തി. അടിയന്തരാവസ്ഥയുടെ സമയം പോലും അതിലൊക്കെ തന്നെ വ്യക്തമാകുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു സമീപനമെടുത്ത കോൺഗ്രസ് ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എന്നുള്ളതായിരുന്നു BJPയുടെ ചോദ്യം. അതേസമയം തന്നെ ഇതേ സമയത്ത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ദേശീയപാത ഐക്യത്തെയും BJPയും ഒപ്പം തന്നെ RSSും ഒക്കെ തന്നെ അംഗീകരിച്ചത് വലിയ കാര്യമെന്ന മറുപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇതിൽ തന്നെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. രാജ്യത്ത് ഇപ്പോഴും ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ല. 10% വിമാന സർവീസുകൾ ഇന്ത്യയുടെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശൈത്യകാല സർവീസുകൾ കൂടുതലായി നടക്കുന്ന ഒരു സമയമാണ്. അത് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും കൂടുതൽ മറ്റ് വിമാന കമ്പനികൾക്ക് ആ സർവീസുകൾ ഏറ്റെടുക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. ഇത് രണ്ട് നടപടിയുടെ ഭാഗമാണ്. ഒന്ന്, പൂർണ്ണമായും ഇൻഡിഗോയുടെ സർവീസുകൾ പൂർണ്ണതോതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോഴത്തെ ഒരു ശിക്ഷാ നടപടിയായി കൂടി അതിനെ വിലയിരുത്തുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേരത്തെ റാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയത്. കാരണം അതിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന സംവിധാനം ഇൻഡിഗോയുടെയാണ്. പക്ഷേ അതിൽ വലിപ്പച്ചെറുപ്പങ്ങൾ കേന്ദ്ര സർക്കാർ നോക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ 9 ദിവസമായി ഒരു തരത്തിലും ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കാരണം അത്രയധികം സർവീസുകൾ റദ്ദാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലെ വായു മലിനീകരണം തന്നെയാണ്. ഡൽഹിയിലെ വായു മലിനീകരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഡൽഹിയിൽ ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൽ ഒരു കുറവ് വരുന്നുണ്ട്. അത് സ്വാഭാവികമായി ശൈത്യം വർദ്ധിക്കുന്നതിന്റെ തണുപ്പ് കൂടുന്നതിൻ്റെയൊക്കെതാണ് 8-7 ഡിഗ്രിയൊക്കെയാണ് ഡൽഹിയിലെ രാവിലത്തെ തണുപ്പ്. ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന കുറവാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി എടുത്തു എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നും ദ്വാരക, ഇന്ദിരാഗാന്ധി എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ 320-അടുത്താണ് വായു മലിനീകരണ തോത് നിലനിൽക്കുന്നത്. അത് ഒരുപക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ 75-80 ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയധികം. കൊൽക്കത്തയാണ് ഡൽഹിക്ക് മുകളിൽ നിൽക്കുന്നത്. കൊൽക്കത്തയിൽ 340-അടുത്ത് ചിലയിടങ്ങളിൽ പൊല്യൂഷൻ വായു മലിനീകരണ തോത് നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വന്നാൽ ഡൽഹിയും കൊൽക്കത്തയും തമ്മിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ സുപ്രീം കോടതിക്ക് മുൻപിലും ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അമ്പിളി, ശരി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുകയാണ്. SIRലുള്ള ചർച്ച ഇന്നും ലോക്സഭയിൽ തുടരും. അതോടൊപ്പം തന്നെ വന്ദേമാതരം, അതുപോലെ തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പാർലമെന്റ് ഇന്നും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. സൈബർ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ രഞ്ജിത പുളിക്കൽ എന്നിവരുടെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് വീണ്ടും അപേക്ഷ നൽകും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, രണ്ടാം കേസിലെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വിധി പറയുന്നത്. ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണുള്ളത്. ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമ്പിളി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ ബലാത്സംഗ പരാതിയിൽ രണ്ടാമത്തെ പരാതിയാണ്. ഈ പരാതിയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയുക. നേരത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിനുശേഷം വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള മൊഴികളും തെളിവുകളും ഒക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്ന് പറയുന്നത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏകദേശം 11 മണിയോടുകൂടിയാണ് വിധി പറയുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പരാതിക്കാരിയുടെ മൊഴിയിലൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. അത്രയ്ക്കും ക്രൂരമായ പീഡനമായിരുന്നു എന്ന് യുവതിയുടെ മൊഴിയിൽ ഏതായാലും പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഇമെയിൽ വഴി KPCC നേതൃത്വത്തിനാണ് യുവതി പരാതി നൽകുന്നത്. അതിനുശേഷം നേതൃത്വം ഇത്തരത്തിൽ പരാതി DGPക്ക് കൈമാറുകയും അതിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത്
സമയത്തൊന്നും തന്നെ ആരാണ് ഈ പരാതി നൽകിയത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരമുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഇത്തരത്തിൽ ഈ ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയെ കണ്ടെത്തുകയും അതിനുശേഷം യുവതിയിൽ നിന്ന് കൃത്യമായ രീതിയിൽ മൊഴി ശേഖരിക്കുകയും ചെയ്തതോടെ കേസ് കൂടുതൽ ബലപ്പെടുകയായിരുന്നു. നിലവിൽ ഏതായാലും അത്രയും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നിലവിൽ ഏതായാലും ഒരു ഉത്തരം അറിയാൻ സാധിക്കുകയില്ല. കാരണം മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഏതായാലും 11 മണിയോടുകൂടിയായിരിക്കും ഈ കേസ് ഈ ഹർജി ഏതായാലും പരിഗണിക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും എന്തായിരിക്കും ഈ രണ്ടാമത്തെ കേസിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക. അതേസമയം ഇപ്പോൾ ഏതായാലും ഈ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആദ്യത്തെ പരാതിക്കാരി നൽകിയിരിക്കുന്ന ഒരു സൈബർ അധിക്ഷേപ പരാതിയിൽ നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിനെ എതിരെ നടപടിയെടുത്തിരുന്നു. രാഹുൽ ഈശ്വർ നിരാഹാര സമരമൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിൽ നിരാഹാര സമരം പിൻവലിച്ചുകൊണ്ട് ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഈ രാഹുൽ ഈശ്വറിനെ കൂടുതൽ തെളിവെടുപ്പിനും അതുപോലെ തന്നെ മൊഴി ശേഖരിക്കലിനുമൊക്കെ ഇനിയും ആവശ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ ഒന്നുകൂടി നൽകുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇന്ന് അറിയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഏകദേശം 5ഓളം URL നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ സൈബർ അധിക്ഷേപ പരാതി യുവതി നൽകിയിട്ടുള്ളത്. അതിൽ സന്ദീപ് വാര്യരും അതുപോലെ തന്നെ രഞ്ജിത പുളിക്കരും ഉൾപ്പെടെയുള്ള പ്രതികളുണ്ട്. ഏകദേശം 5ഓളം പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് ഈ സൈബർ അധിക്ഷേപ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ തന്നെ മൊഴി ശേഖരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹർജികളൊക്കെ തന്നെ ഇന്ന് പരിഗണിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതായാലും ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് കോടതി വിധി പറയും. അതോടൊപ്പം തന്നെ ഈ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരുടെ ജാമ്യ ഹർജിയും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് വീണ്ടും അപേക്ഷ നൽകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ചലച്ചിത്ര പ്രവർത്തകയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. മജിസ്ട്രേറ്റിന് മുമ്പാകെ പരാതിക്കാരുടെ രഹസ്യമൊഴിയും ഉടൻ രേഖപ്പെടുത്തും. പരാതിയിൽ പറയുന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പരാതിയിൽ പറയുന്ന സമയം പരാതിക്കാരിയും കുഞ്ഞുമുഹമ്മദും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. നവംബർ 27-നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി ലഭിച്ചത്. ഡിസംബർ 2-ന് പരാതി പോലീസിന് കൈമാറി. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതി പോലീസിന് കൈമാറാൻ വൈകിയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye ശബരിമലയിൽ ഇന്നലെ 90,000-ഓളം പേർ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ പൂജാ സമയങ്ങളിലൊന്നും മാറ്റമില്ല. സന്നിധാനത്ത് നിന്നും MM രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ? അമ്പിളി, ഇന്നലെ നമുക്കറിയാം തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പൊതുവെ നമ്മൾ തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർ കൂട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 11-ാം തീയതിയാണ് വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് അവർ ദർശനം നടത്തുന്നതിന് വേണ്ടി വെർച്വൽ ക്യൂ വഴിയും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും എല്ലാമായി വളരെ നീണ്ട ക്യൂ തന്നെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഭക്തർക്ക് ദർശനം നടത്തുന്നതിന് മറ്റ് അസൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിലയ്ക്കലിൽ ഉൾപ്പെടെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. കൃത്യമായ ഇടവേളകളിലാണ് ശബരിമലയിലേക്ക് ഭക്തരെ കയറ്റിവിടുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഏകദേശം 90,000-ലധികം പേർക്ക് ദർശനം നടത്താൻ വേണ്ടി സാധിച്ചത്. ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ തന്നെ ഭക്തർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും 20,000-ഓളം പേരെങ്കിലും എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഈ കണക്ക് കൃത്യമല്ല, കാരണം ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനകം ദർശനം നടത്തിയിട്ടുണ്ടാകും. കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ മൊത്തം കണക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു 50,000-ഓളം പേരെങ്കിലും ദർശനം നടത്തും എന്നുള്ളതാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ. അതായത് 11-ാം തീയതിയാണ്, നാളെയാണ് വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പുള്ളത്. അതിനു മുൻപ് തന്നെ വോട്ട് ചെയ്ത് തീർക്കേണ്ട, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ദർശനം നടത്താൻ കാത്തിരുന്ന ആളുകൾ, അത്തരം ആളുകളെല്ലാം തന്നെ വരുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഉച്ചയോടുകൂടെ നമുക്ക് ഏകദേശം കൃത്യമായി തന്നെ പറയാൻ കഴിയും ഏകദേശം എത്രത്തോളം തിരക്കുണ്ടാകുമെന്ന്. അമ്പിളി, ശരി, വലിയ
തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. രാകേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ 90,000 പേരാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാകേഷ്. നിരവധി തീർത്ഥാടകരാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ എരുമേലി വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള പാണ്ടിത്താവളം പുൽമേട് വഴിയുള്ള ശബരിമല യാത്രയുടെ കാഴ്ചകളൊന്ന് കാണാം. ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചകൾ ആസ്വദിച്ചുള്ള തീർത്ഥയാത്രയാണ് പുൽമേട് വഴിയുള്ള യാത്ര. ശബരിമല മുതൽ പമ്പ വരെ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുമ്പോൾ പുൽമേട് വഴിയുള്ള യാത്രയ്ക്കും പ്രിയമേറുകയാണ്. പൂർണ്ണമായും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയാണ് യാത്ര. പമ്പയിൽ മഹാപ്രളയമുണ്ടായപ്പോൾ നിറപുത്തരിക്കുള്ള പൂജാദ്രവ്യങ്ങളും മറ്റും കൊണ്ടുപോയത് പുൽമേട് വഴിയായിരുന്നു. കോട്ടയം കുമളി റോഡിൽ വണ്ടിപ്പെരിയാറിൽ നിന്നുമാണ് പുൽമേട് വഴിയുള്ള ശബരിമല തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത്. സത്രം വരെ വാഹനങ്ങൾ സഞ്ചരിക്കും. ഇവിടെ നിന്ന് സത്രത്തിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നീട് കാൽനടയായാണ് യാത്ര. സത്രത്തിൽ നിന്ന് രാവിലെ 7-ന് ശേഷമേ പുൽമേട് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടാൻ അനുവാദമുള്ളൂ. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. സത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കൗണ്ടറിൽ വെർച്വൽ ക്യൂ പാസ് കാണിക്കണം. ബുക്ക് ചെയ്യാത്തവർക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കാൻ സൗകര്യവുമുണ്ട്. അടുത്ത ഘട്ടം സീതക്കുളമാണ്. ഇവിടെ വനം വകുപ്പിന്റെ വാച്ച് ടവറുണ്ട്. സത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നാൽ പുൽമേട്. പുൽമേടിന്റെ മുകളിൽ പോലീസ് പരിശോധനയും വനം വകുപ്പിന്റെ കടയുമുണ്ട്. ഈ കടയിൽ നിന്ന് കഞ്ഞിയും കപ്പയും കുടിവെള്ളവുമെല്ലാം ലഭിക്കും. നിരവധി ഭക്തരാണ് മണ്ഡലകാലത്ത് പുൽമേട് വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നത്. വളരെ അനുഭവം നിറഞ്ഞൊരു യാത്രയാണ്. പ്രകൃതിയെ അറിഞ്ഞു വരാനും കാട് ആസ്വദിക്കാനും. ഭക്ഷണത്തിന്റെ ഒരു സ്ഥലത്തേ ഉള്ളൂ ഭക്ഷണമുള്ളൂ. പിന്നെ വെള്ളം 2-3 സ്ഥലത്തുണ്ട്. പുൽമേട്ടിൽ നിൽക്കുമ്പോൾ സന്നിധാനവും ആഴിയിൽ നിന്നുയരുന്ന പുകയും കാണാം. മകരവിളക്ക് ദിനമാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ മകരജ്യോതിയും കാണാം. കഴുതക്കുഴിയും പാണ്ടിത്താവളവും MGR കല്ലുമൊക്കെ കടന്നാണ് യാത്ര. ഉരക്കുഴി തീർത്ഥത്തിന് സമീപമെത്തുന്നതോടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് കാണാം. പുൽമേട് വഴി എത്തുന്നവർക്ക് പമ്പയിൽ കുളിക്കാൻ കഴിയില്ല. പകരം അവർക്ക് ഉരക്കുഴി തീർത്ഥത്തിൽ കുളിക്കാം. അതിനുശേഷം 18ാം പടി ചവിട്ടി അയ്യനെ തൊഴാം. അമൃത ന്യൂസ്, സന്നിധാനം. ഇടുക്കി കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിന് സമീപത്തെ ഉണ്ണിക്കയം ഏവരെയും ആകർഷിക്കും. എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്നത് വലിയ അപകടക്കെണിയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 യുവാക്കളാണ് ഇവിടെ മുങ്ങിമരിച്ചത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ആകർഷകമാണ് കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിന് സമീപത്തെ ഉണ്ണിക്കയം. അഴുതയാറിന്റെ ഉദ്ഭവ പ്രദേശമായി ഇവിടെ സ്വാഭാവിക നീന്തൽക്കുളം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശാന്തമെന്ന് തോന്നുന്ന ഈ കയത്തിൽ ചെളിയും പാറയുടെ അള്ളുകളുമുണ്ട്. വെള്ളത്തിന് കടുത്ത തണുപ്പുമാണ്. പാറയിൽ പായൽ പിടിച്ചിരിക്കുന്നത് തെന്നിവീഴാനിടയാക്കും. 1 മാസത്തിനിടെ 2 യുവാക്കൾ ഈ കയത്തിൽ വീണ് മരിച്ചു. ഇവിടെ വരുന്ന പാറക്കൂട്ടങ്ങൾക്കെല്ലാം വളരെ വലിയ പൊത്തുകളുണ്ട്. വെള്ളത്തിന് കഠിനമായ തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ശാന്തമാണെന്ന് തോന്നിയാലും വലിയ നിഗൂഢതയും ഭയങ്കരമായ ഭീതിപ്പെടുന്ന കുഴികളും ചെളിയും നിറഞ്ഞ കുളമാണിത്. അതുകൊണ്ട് ഇറങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. തട്ടാത്തിക്കാനം പൈൻകാട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം ഉണ്ണിക്കയത്ത് എത്താൻ. ഇരുവശവും കുറ്റിക്കാട് മൂടിക്കിടക്കുന്ന ഒറ്റയടി പാത താണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. പ്രദേശത്തെത്തുന്ന ചിലർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പ്രദേശവാസികൾ പറയുന്നു. അധികാരികളുടെ ശക്തമായ നിരീക്ഷണമില്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ഇവിടെ മാറുമെന്നും ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരത്ത് CSI കേരള ഐക്യ വൈദിക സെമിനാരിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ ക്രിസ്മസ് ട്രീ ഒരുക്കി വിദ്യാർത്ഥികൾ. ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. ട്രെയിനിൽ യാത്രക്കാർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചായിരുന്നു ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം. 5000 പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ക്രിസ്മസ് ട്രീയിലെ മനോഹരമായ പുൽക്കൂടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 2 ആഴ്ചയോളം സമയമെടുത്താണ് 20 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത്. വിവിധതരം പരിസ്ഥിതി സൗഹൃദ പുൽക്കൂടുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സെമിനാരി പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ CI ഡേവിഡ് ജോയ് പറഞ്ഞു. 5000 കുപ്പികളാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ അത് കാണുന്നവർക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം, പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ നേരിടുന്നതിന് നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടതുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി പുതിയ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ സന്ധ്യയും ഒരുക്കിയിരുന്നു.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിലെ അതിപുരാതനമായ കൽപ്പറ്റ എടക്കുനി ശിവക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊല്ലം അമൃതപുരിയിലെ ബ്രഹ്മചാരികളായ സ്വാമി വിനായകാമൃത ചൈതന്യ, സ്വാമി ഉമാനാഥ ചൈതന്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൂജാകർമ്മങ്ങൾ. സത്സംഗം ഭജനയ്ക്ക് വയനാട് മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി നേതൃത്വം നൽകി. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ അമ്മയെ സന്ദർശിച്ച് സഹായം തേടിയിരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ ആ അമ്മയുടെ രൂപത്തെ കാണാൻ ശ്രമിക്കുക. അമ്മ സകല ചരാചരങ്ങൾക്കും അന്തര്യാമിയായിട്ട് വിലസുന്ന ആത്മചൈതന്യം തന്നെയാണ് അമ്മ എന്ന് പറയാറുണ്ട്. അമ്മ പറയാറുണ്ട്, മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലാണ് അമ്മ വസിക്കുന്നത്, വെളിയിലല്ല. അന്തർമുഖ സമാരാധ്യായൈ നമഃ. കാരണം ബഹിർമുഖ സുദുർലഭായൈ നമഃ എന്നൊരു മന്ത്രം കൂടി പറയാറുണ്ട്. വെളിയിൽ അന്വേഷിച്ചാൽ ദേവിയെ കിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ദേവിയെ അന്തർമുഖ സമാരാധ്യയായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമായിട്ട്, ആത്മസ്വരൂപിണിയായിട്ട് നമ്മൾ അമ്മയെ ധ്യാനിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തെളിയണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന്റെ കളിക്കളത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണാത്ത ലോകത്തെ കാഴ്ചകൾ പലതുമുണ്ട്. അത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറി. കാഴ്ച പരിമിതരുടെ ലോകത്തെ ഇടുങ്ങിയ വാതിലുകൾ തുറന്ന് വെളിച്ചത്തിന്റെ ആരവമെത്തിക്കുന്ന ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്ന് അതിഥിയായി എത്തുന്നു രജനീഷ് ഹെൻറി. നമസ്കാരം. നമ്മളുടെയൊക്കെ കാഴ്ചകളുടെ ലോകം അവസാനിക്കുന്ന ഇടത്തു നിന്ന് കാഴ്ചകൾ കണ്ടു തുടങ്ങുന്ന ചിലരുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ശ്രീ രജനീഷ് ഹെൻറി. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ കാഴ്ചാ പരിമിതരുടെ ജീവിതം വലിയ വ്യത്യാസങ്ങൾ വരുത്തിയ ഒരാളാണ്. കാഴ്ചാ പരിമിതരുടെ ലോകം പഴയതുപോലെ ഇപ്പോൾ അത്ര ഇരുട്ടിലല്ല. കാരണം രജനീഷ് ഹെൻറിയെ പോലുള്ള വ്യക്തിത്വങ്ങളാണ്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ അതിൻ്റെ സെക്രട്ടറി ജനറലാണ് ഇപ്പോൾ ശ്രീ രജനീഷ് ഹെൻറി. വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്ന സ്ഥലമല്ല, വളരെയധികം യാതനകൾ അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായും ആ യാത്രയെക്കുറിച്ചുള്ള അറിവുകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് വലിയ പ്രചോദനമായിരിക്കും. വലിയ സന്തോഷം, അഭിമാനം തങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു. കോഴിക്കോട്ട് നിന്നുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാൾ, എങ്ങനെയാണ് ഈ രാജ്യാന്തര തലത്തിലേക്ക് എത്തിപ്പെട്ടത്, ആ ക്രിക്കറ്റിൻ്റെ സംഘാടന മികവിലേക്ക് എത്തിപ്പെട്ടത്? ആ യാത്ര അത്ര എളുപ്പമല്ലെന്നറിയാം, എങ്കിലും അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ക്രിക്കറ്റ് എനിക്ക് വളരെ ചെറുതായിരുന്നപ്പോഴേ ക്രിക്കറ്റിനോടുള്ള പാഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം സൈറ്റ് ഉണ്ടായിരുന്നു. 6 വയസ്സായപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കാണുക, അങ്കിൾമാരുടെ കൂടെ. അങ്കിൾമാരൊക്കെ ആ കാലത്ത് കാലിക്കറ്റ് നല്ല ക്രിക്കറ്റ് കളിക്കാരൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ക്രിക്കറ്റ് ഇഷ്ടമാണ്. അത് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷവും ആ ഒരു ഇഷ്ടം തുടർന്നു, പാഷൻ അങ്ങനെ തന്നെ തുടർന്നു. അത് പിന്നീട് ക്രിക്കറ്റ് ഒരു കമ്പാനിയനായിട്ട്, അതായത് കാഴ്ചയില്ലാത്ത സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനായിട്ട് ക്രിക്കറ്റ് സഹായിച്ചു. പിന്നീട് ബ്ലൈൻഡ് ക്രിക്കറ്റ് വന്നു, അതിൽ കളിച്ചു. പിന്നെ ക്രിക്കറ്റ് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചയില്ലാത്തവരുടെ ക്രിക്കറ്റ് മെയിൻ സ്ട്രീം ക്രിക്കറ്റ് പോലെ തന്നെ വളരണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൊണ്ട് സ്വന്തം നടത്താൻ ഇറങ്ങി തിരിച്ചു കുറേ കൂട്ടുകാരുമായിട്ട്. പക്ഷെ അവിടുന്ന് തുടങ്ങി അത് പിന്നെ ഈ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വരെ എത്തുമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. എന്തായാലും വളരെ പ്രചോദനാത്മകമായൊരു യാത്രയാണ്. മഹാരാജാസ് കോളേജിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എറണാകുളത്തെ ജീവിതം ഇതിനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സഹായിക്കാനൊക്കെ ഒത്തിരി പേര് ഇത്തരം കോളേജ് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്നത്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് ഓർക്കുന്നത്? തീർച്ചയായിട്ടും മഹാരാജാസ് കോളേജാണ് ബ്ലൈൻഡ് ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ ഫൗണ്ടേഷൻ തന്ന ഒരു സ്ഥലമാണത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റ് ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന സമയത്ത് കളി കാണാൻ പോവുക, അവരുടെ കൂടെ നടക്കുക എന്നൊക്കെയുള്ളൊരു വലിയൊരു ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു. ബ്ലൈൻഡ് ക്രിക്കറ്റ് അന്ന് ഉണ്ടെങ്കിലും അത്ര സജീവമായി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലിജോയ് ടി വർഗീസ്. ലിജോയ്
കോളേജ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിജോയുടെ കളി കാണാനൊക്കെ പോകും. പിന്നീട് അദ്ദേഹം ആ സമയത്ത് സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബ്ബിൽ, എറണാകുളത്തെ പ്രശസ്തമായ ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവിടുന്ന് പല ക്രിക്കറ്റ് കളിക്കാരെ പരിചയപ്പെടാനും ഇപ്പോഴത്തെ പല ഒഫീഷ്യൽസ്, നമ്മുടെ BCCIയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ WPL ചെയർമാനായ ജയേഷ് ജോർജിനെ ഉൾപ്പെടെ പരിചയപ്പെട്ടത് അവിടുന്നാണ് സത്യത്തിൽ ക്രിക്കറ്റുമായിട്ടുള്ള ഇത്രയും ബന്ധം. ഒരു പക്ഷേ മാരാസി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു. പ്രധാനമായിട്ട് 90കൾ തൊട്ട് നമ്മൾ കളിക്കളത്തിലുണ്ട്. അതിനുശേഷം സംഘാടന മികവിലേക്ക് മാറി. അപ്പോൾ കളിയിൽ നിന്നൊരല്പം മാറി ചിന്തിച്ച പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി മാറേണ്ടി വന്നു എന്ന് തോന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും ക്രിക്കറ്റ് കളിയിലായിരുന്നല്ലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അല്ലേ? അതെ 90s കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലൈൻഡ് ക്രിക്കറ്റ് വരുന്നത് 90ൽ ഫസ്റ്റ് നാഷണൽ ടൂർണമെൻറ്റ് നടന്നു. 95ഓടുകൂടി അത് കേരളത്തിലേക്ക് എത്തുന്നു. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കളിക്കണമെന്നുള്ളൊരു, എങ്ങനെ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ബ്ലൈൻഡ് സ്കൂളുകളിലൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് ടിന്നുകളിനുള്ളിൽ എന്തെങ്കിലും കിലുക്കുണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു, അതോടൊപ്പം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 95ൽ ക്രിക്കറ്റ് വന്നപ്പം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും അത് ഏറ്റെടുത്തു. 97ലാണ് ഒഫീഷ്യലായിട്ടൊരു ഫസ്റ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഫുള്ളായിട്ട് ക്രിക്കറ്റ് കളിച്ച് എൻജോയ് ചെയ്തിരുന്നു. എന്നും തന്നെ കളിക്കുമായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ അന്ന് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് കേരള ടീം ഞാൻ 14 ഇയേഴ്സ് കളിച്ചു. 2002ൽ എൻ്റെ പീക്ക് ഫോം ഉള്ള വർഷം അതാണ്. അതിൽ ഇന്ത്യൻ A ടീം വരെ കളിച്ചു. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കെതിരെ വാമപ്പ് മാച്ച്, അന്ന് വേൾഡ് കപ്പ് നടന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ 2006 കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് നിലച്ചു. ബ്ലൈൻഡ് ക്രിക്കറ്റ് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ ആ ഫേസിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നവരെല്ലാവരും കൂടിയാണ് 2010ൽ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ, ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ സ്ട്രീം ബോർഡായിട്ടുള്ള ബ്ലൈൻഡ് ക്രിക്കറ്റിൻ്റെ, അതായത് മെയിൻ സ്ട്രീം ബോർഡ് പോലെ BCCI പോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചത്. അവിടെ മുതൽ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ ഇതിലേക്ക് വന്നു. പക്ഷേ അന്നേരം കളി നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റ് കളി നിർത്തേണ്ടി വന്നത്. വളരെ ഏർലി തന്നെ നിർത്തേണ്ടി വന്നു. പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന കളി സാധനങ്ങൾ അതെല്ലാം പ്രത്യേകതയുള്ള, കാരണം കാഴ്ചയെ നമുക്ക് മറച്ചുകൊണ്ട് ഇരുട്ടങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് കളിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുക? ഇപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ ഒരു പന്തുണ്ട്. ഈ പന്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതുപോലെ സ്റ്റമ്പിന് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? പ്രത്യേകിച്ച് ഞാൻ ഈ പന്ത് ഇപ്പോൾ കയ്യിലോട്ട് എടുക്കുകയാണ്. ഇത് ഒരു കിലുങ്ങുന്ന വസ്തു ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? അതെ. ഇതൊരു ഹാർഡ് മിക്സ്ഡ് പ്ലാസ്റ്റിക് ബോളാണ്. അതിനകത്ത് നമ്മൾ ബോൾ ബെയറിങ്ങിന് ഉപയോഗിക്കുന്ന പെബിൾസ് അതാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് സീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ആ കിലുക്ക്, ആ പെബിൾസ് മൂവ് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ബോളിനകത്ത്. ശരി. ഇതാണ് ബോളിലുള്ള വ്യത്യാസം, ആണ് ഈ ക്രിക്കറ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഡിഫറൻസ്. അതാണ് സൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ 3 കാറ്റഗറിയിലുള്ള കളിക്കാരാണ് ഇതിലുണ്ടാവുക. അതിൽ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള കാറ്റഗറി B1 ആണ്. അവർ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ സൗണ്ടിനെയാണ്. B2 B3 പാർഷ്യലി ബ്ലൈൻഡും പാർഷ്യലി സൈറ്റഡും ആണ്. അത് 2 മീറ്റർ വരെ ക്ലിയർ വിഷനും 6 മീറ്റർ വരെ ക്ലിയർ വിഷനുമാണ് ഈ B2 B3 കാറ്റഗറി. അവരുടെ എണ്ണം 3ഉം 4ഉം ആണ്. അങ്ങനെ 4 3 4 ഇതാണ് കോമ്പിനേഷൻ പ്ലേയിങ് 11-ൻ്റെ. പിന്നെ സ്റ്റംസ് മെറ്റാലിക് സ്റ്റംസ് ആണ്. അത് നോൺ റിമൂവബിൾ ബെയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു മെറ്റാലിക് സ്റ്റമ്പാണ്. അത് ഈ ബോളും സ്റ്റമ്പുമാണ് നമ്മുടെ ഏറ്റവും വ്യത്യാസമായിട്ടുള്ള, നോർമൽ ക്രിക്കറ്റ് എന്നുള്ള വ്യത്യാസമായിട്ടുള്ള 2 വസ്തുക്കൾ ഇതാണ്. അതിൽ പിന്നെ സ്റ്റംസ് എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ബോളേഴ്സ് ബോൾ ചെയ്യാൻ നേരത്ത് ഡയറക്ഷൻ എടുക്കുന്നതും, അതേപോലെ ബാറ്റ് ചെയ്യാൻ നേരത്ത് ബാറ്റേഴ്സ് ക്രീസ് മെഷർ ചെയ്യുന്നതൊക്കെ ഈ സ്റ്റംസിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബെയിൽ എപ്പോഴും താഴെ പോവുക, ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാലിക് സ്റ്റമ്പ് നോൺ റിമൂവബിൾ ബെയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്രിക്കറ്റ് ബാറ്റ്സും ഗിയേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ്. ഞാൻ സംശയം ചോദിക്കുന്നത്, ഈ ക്യാച്ചൊക്കെ എടുക്കുന്ന നേരത്ത് നമുക്ക് ഈ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞ് തന്നെ പൂർണ്ണമായിട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ കിലുക്കം കേട്ടിട്ട് ഈ ബോൾ ട്രാവൽ ചെയ്യുമ്പോൾ, എയറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും കിലുക്കം കിട്ടാറില്ല. പിന്നെ ബോൾ കൂടുതലും സ്വീപ്പ് ഷോട്ട്സ് ആണ്. വളരെ റെയറായിട്ടാണ് ബോൾ അതേപോലെ പൊങ്ങുന്നുള്ളൂ. ചില സമയത്ത് ചില പെർട്ടിക്കുലർ പൊസിഷൻ ഉപയോഗിച്ച് ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ മാത്രമാണ്. അത് B3 കാറ്റഗറിയിലുള്ള കണ്ടിട്ട് കളിക്കുന്നവരാണ് അങ്ങനെ അടിക്കുന്നത്.
അപ്പോൾ ക്യാച്ചിന് സാധ്യതകൾ എടുക്കാനുള്ള സാധ്യതയുള്ളത് ഈ B2 B3 കാറ്റഗറിക്കാരാണ്. അവർ അത് കണ്ടിട്ട് തന്നെയാണ് ആ ക്യാച്ച് എടുക്കുന്നത്. കേട്ടിട്ട് എടുക്കാനുള്ള സാധ്യത കുറച്ച് ഫീൽഡ് ചെയ്യാൻ പറ്റും. കേട്ടിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഓടി കവർ ചെയ്ത് ഡൈവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബോളിൻ്റെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഈ ബോൾ എയറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിലുക്കം തരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ വലിയ നമ്മളൊരു വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. പ്രധാനമായിട്ട് ആദ്യത്തെ വനിതാ കാഴ്ചപരിമിതരുടെ ലോകകപ്പിൻ്റെ കിരീടം നമ്മളുടെ വനിതകൾ ഏറ്റുവാങ്ങുകയുണ്ടായി. എത്രത്തോളം അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് അത്? എത്രത്തോളം പ്രചോദനം നൽകുന്നുണ്ട് നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക്? അത് വലിയ പ്രചോദനമാണ്, ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണ്. ഞാൻ ആക്ച്വലി വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ടീം ബിൽഡ് ചെയ്തതിൽ അല്ലെങ്കിൽ ടീമിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതിലൊക്കെ ഒരുപാട് റോള് എൻ്റെ ടീമിൻ്റെ ഒപ്പം ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യയുടെ ഒപ്പം അല്ലെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്ത സമയത്ത് ഫുൾ ടൈം നമ്മൾ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നതിലും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് പ്ലെയേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്രാവശ്യം ഇൻവോൾവ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ജയിച്ച ഒരു മൊമെൻറ്റിൽ സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ സംഘാടക, കാരണം വെച്ചാൽ നമുക്ക് വിന്നാണ് എപ്പോഴും ക്രിക്കറ്റിനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു വിന്നാണ് പലപ്പോഴും ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിക്ടറി അതിൽ വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ജയിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെയാണ് ആ സമയത്ത്. ഈവൻ സെക്രട്ടറി ജനറൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലാണെങ്കിലും ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് സ്പെഷ്യൽ മാച്ച് ഓഫീഷ്യൽസിൻ്റെ TV റൂമിലായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഒറ്റയ്ക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത് ഒരുപാട് മാറ്റങ്ങൾ ബ്ലൈൻഡ് ക്രിക്കറ്റിൽ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് കാഴ്ച പരിമിതരായ പെൺകുട്ടികളുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു ടീം ഗെയിമുകളോ അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഗെയിംസ് ഒന്നും തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യ ഉണ്ടായിട്ടില്ല. പ്രധാനമായിട്ട് പണത്തിൻ്റെ ഒരു കളിയാണ് ക്രിക്കറ്റ് എന്ന് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം കളി. നമ്മളുടെ ഒരു പണത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു അഭാവം എവിടെയെങ്കിലും വരുന്നത്, പ്രത്യേകിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായിട്ട് ഇതിനെ ആളുകൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്? ഇത് സത്യത്തിൽ ഒരുപാട് പേര് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ചാരിറ്റി ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു ചാരിറ്റി ആയിട്ട് കാണേണ്ട കാര്യമല്ല. അത് നമ്മൾ ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു മൂവ് ഫ്രം ദെയർ. കാരണം എന്താ വെച്ചാൽ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ അങ്ങ് ചോദിച്ച പോലെ ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ, അതായത് ബോള് ഫീൽഡ് ചെയ്യുക, ഈ ബോൾ കിലുങ്ങി വരുമ്പോൾ അടിക്കുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് സ്കില്ലിംഗ് ആണ്. ആക്ച്വലി ഇതൊരു ട്രെയിനിങ് വേണം, കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം ഒരുപാട് പ്രൊഫഷണൽ വേയിൽ തന്നെ അതിന് എഫേർട്ട് ഉണ്ട്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഗേൾ ആയാലും ബോയ് ആയാലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ വി കാൻ കോൾ ഇറ്റ് ആസ് എ ചാരിറ്റി. അപ്പം നമ്മൾ അതിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ സ്പോർട്ട് ആ ലെവലിലേക്ക് തന്നെ ഉയർത്തി തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോടും പറയുന്നത്. അതായത് താരങ്ങൾ തന്നെ ആണ് യഥാർത്ഥത്തിൽ, പക്ഷേ ആ താരപ്പകിട്ട ജനം അല്ലെങ്കിൽ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാഴ്ചപരിമിതർ ഈ കളിക്കളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പരസ്യങ്ങളിലും ഒക്കെ ഉൾപ്പെടെ ആ താരപ്പകിട്ടും ആ താരപ്രഭയും ജനങ്ങൾ കൂടി അറിയണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ നാട് കരുതാം അല്ലേ? യെസ്, അത് മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുൻ ക്യാപ്റ്റനായിരുന്ന അജയ് റെഡ്ഡി, അർജുന അവാർഡിയാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്ലെയേഴ്സിന് സമൂഹം തന്നെ ഒരുപാട് റെക്കഗ്നേഷൻ, അവരെ പഠിക്കുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഉദ്ഘാടന ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതായിട്ടൊക്കെ നമ്മളുടെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് താരപ്പകിട്ട് കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എഫേർട്ടിനേക്കാൾ അത് അവരുടെ തന്നെ താരങ്ങൾ പറയാറുള്ളതാണ്, നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് അതേപോലത്തെ ഒരു ഐഡൻറ്റിറ്റി, റെക്കഗ്നീഷൻ, ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടേണ്ടതാണ്. നമ്മുടെ മലയാളികൾ കുട്ടികളെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനും കളിക്കളത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ എങ്ങനെയാണ് ഈ നമ്മളുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നത്, പ്രത്യേകിച്ച് കാഴ്ചപരിമിതരുള്ളവർ? നമ്മുടെ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമുക്കിവിടെ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 30 കുട്ടികളിൽ നിന്നാണ് നമ്മൾ 14 അംഗ സ്ക്വാഡ് എടുക്കുന്നത്. പിന്നെ പരിമിതരായ ബോയ്സിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ഒരു 100-110 പ്ലെയേഴ്സ് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് ഇവിടെ. നേരെ മറിച്ച് മറ്റ് സ്റ്റേറ്റിലൊക്കെ എന്ന് പറയുമ്പം അവിടെ 300-ഉം 400-ഉം 500-ഉം പ്ലെയേഴ്സാണ് ഓരോ സ്റ്റേറ്റിലും ഉള്ളത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ 28 ടീംസ് രജിസ്റ്റേർഡ് ആണ്. 24 സ്റ്റേറ്റ് ടീമും 3
3 യൂണിയൻ ടെറിട്ടറി ടീമും റെയിൽവേയുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ബ്ലൈൻഡ് എംപ്ലോയീസ് ആയിട്ടുള്ള അവരുടെ ടീം. അങ്ങനെ ഇത്രയും ടീം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും തന്നെ 300-500 പ്ലെയേഴ്സ് ടീമിലുണ്ട്, മീൻസ് ആ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കോമ്പറ്റീറ്റീവായിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടാലൻ്റൊക്കെ കണ്ടെത്താവുന്നതിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയേഴ്സിൽ നിന്ന് മാത്രം വേണം കണ്ടെത്താനായിട്ട്. അത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ കാഴ്ചാപരിമിതരായവരുടെ എണ്ണത്തിലുള്ള കുറവ് ഉണ്ടെന്ന് പറയുന്നു, ദൈവാനുഗ്രഹിച്ച് നല്ല കാര്യം. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും അവർ വിഷ്വലി ഇമ്പേർഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ലേബൽ ചെയ്യപ്പെട്ടു പോയാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സൈഡ് ലൈനിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫാമിലി തന്നെ അത് ചിലവർ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ മാരേജിനെ വരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ യാത്രയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേഴ്സണലിയും ക്രിക്കറ്റിൽ എല്ലാ തരത്തിലും നമ്മൾ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളതൊന്നും അത് എടുക്കുന്ന രീതി എന്നാണ് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അതിനെയൊന്നും നമ്മൾ ഒരു പരിധി കൂടുതൽ ഹൃദയത്തിലേക്ക് അങ്ങ് എടുത്ത് നമ്മളങ്ങ് ഡൗൺ ആക്കി പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുക്കാറില്ല. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് കാണാറ്, സംഭവിക്കുന്ന എല്ലാം വളരെ നല്ലതിനാണെന്നാണ് കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ ക്രിക്കറ്റ് ജീവിതത്തിലായാലും സ്പോൺസർഷിപ്പിനൊക്കെ ചെല്ലുമ്പം പല ആൾക്കാരും നമ്മുടെ ക്രിക്കറ്റിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലിയും എനിക്ക് അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില ഗോൾസുകളെ കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഭാവി എങ്ങനെയാണെന്ന് കൂടി അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? നമ്മൾ പിന്നെ ക്രിക്കറ്റ് ഞാനിപ്പം വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറലാണല്ലോ. അപ്പം നമ്മുടെ ജോലി ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കുറച്ചും കൂടി ടീമുകൾ ഇപ്പോൾ നിലവിലുള്ള വീക്കർ കൺട്രീസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി ചെയ്യുക, പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഹൈ പെർഫോമൻസ് സെൻറ്റർ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുക, ആ തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ സ്ട്രക്ചർ ചെയ്യുക. ക്രിക്കറ്റിനെ അതേ രീതിയിൽ ഇൻ്റർനാഷണലി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ കാണുന്നത്. തുടർന്നും ഇതേപോലെ വേൾഡ് കപ്പുകളും ടൂർണമെൻറ്റുകളും എല്ലാ രാജ്യങ്ങളും ഇൻവോൾവ് ആകുന്ന തരത്തിൽ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. എന്തായാലും രജനീഷ് ഹെൻറിയുടെ ആ കാഴ്ചയുടെ ലോകം, കാഴ്ച എന്ന് പറഞ്ഞാൽ അകക്കണ്ണിൻ്റെ വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ തെളിച്ചം തീർച്ചയായും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയുള്ള ഭാവി തികച്ചും ഈ കാഴ്ചാപരിമിതരുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ്. വലിയ സന്തോഷം ഇത്രയും നേരം നമ്മളുമായി സഹകരിച്ച് ഭാവി കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും അങ്ങേക്ക് നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ അമൃതയ്ക്ക് പ്രത്യേകം അമൃത ടി വിക്ക് ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ത്യയുടെയും വേൾഡിൻ്റെയും സ്റ്റേറ്റിൻ്റെയും എല്ലാവിധ പിന്നെ താങ്ക് യുവും അതേപോലെ തന്നെ അപ്രിഷ്യേറ്റും ചെയ്യുകയാണ്. കാരണം ഇതേപോലെയുള്ള ഇനിഷ്യേറ്റീവുകളാണ് നമുക്ക് കൂടുതൽ വിസിബിലിറ്റിയും പ്ലാറ്റ്ഫോം തരുന്നത്. അപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഉള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം. ഒരു വിവരം കിട്ടി, ആ വിവരം SITയോട് പറയാൻ തയ്യാറായ എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. അപ്പൊ എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്താവിന്റെ കയ്യിൽ നിന്ന് കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടുവെന്ന്. ഇന്നലെ എന്നെ ഒരാഴ്ചക്കും ഒരാൾ വിളിച്ചു. അദ്ദേഹം എന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, സുരേഷ് പാലാഴി എന്ന് പറയും. അദ്ദേഹം 15 കിലോ സ്വർണം അവിടെ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു. അദ്ദേഹം ഡാലസിൽ തന്നെ വിളിക്കുകയാണ്, എന്റെ സ്വർണം അവിടെ ഉണ്ടോ സാറേ ഒന്ന് അറിയണം, ഇനി അതും മോട്ടിച്ചുകൊണ്ട് പോയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ദേവസ്വം ബോർഡ് ആണല്ലോ നിങ്ങൾ കൊടുത്തത്, അവിടെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ധാരാളം ഭക്തന്മാർ അവിടെ കൊടുത്ത അവരുടെ കാണിക്കയായി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആശങ്കാകുലരാണ്. അത് പോയോ, മോഷ്ടിച്ചുകൊണ്ട് പോയോ, ഉണ്ടോ? കാരണം ഒരു ഭക്തൻ തന്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്ക, ഒരു ദക്ഷിണ എന്നെല്ലാം പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എന്റെ മനസ്സാക്ഷി തോന്നി. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും അയ്യപ്പൻ മലയിൽ പോകുന്ന ഒരാളാണ്. ഈ വർഷം മാത്രം അമ്മ മരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, അടുത്ത വർഷം പോകും. അപ്പൊ അത് കിട്ടിയപ്പോൾ അത് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ
ജീവന് ഭീഷണി എന്നല്ല, അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട, SITയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ SITക്ക് കൊടുത്തോളാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാമെന്ന്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നഷ്ടം തുടരുക തന്നെയാണ്. ഇന്ത്യ-US വ്യാപാര കരാർ വൈകുന്നതിൻ്റെ ഒരു ആശങ്കയാണ് ഇപ്പോൾ വിപണിയിലെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ആഗോള വിപണികളിലും കഴിഞ്ഞ ദിവസം വിൽപ്പന പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തുറന്നേക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നതും. അതിനേറ്റവും പ്രധാനം ചെറുകിട നിക്ഷേപകർ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പനയിലാണ്. ആ ഒരു വിൽപ്പനയുടെ പ്രതിഫലനമാണ് രണ്ടാം തര ചെറുകിട ഓഹരികളിൽ പ്രതിഫലിക്കുന്നതും. എന്നാൽ മുൻനിര ഓഹരികളിൽ മുന്നോട്ടുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ ഇടപെടുന്നു. അതും മുൻനിര ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലാണ് മുൻനിര ഓഹരികളിൽ മാത്രം ഒരു നേട്ടം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ആ ഒരു നേട്ടം പ്രതിഫലിച്ചിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണി തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി 26,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയ്ക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിൽ മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും അതിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 26,200 ഭേദിച്ച എങ്കിൽ മാത്രമേ ഇനിയും സ്ഥിരമായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക്. വിപണി വിലയിരുത്തലുമായി ചേർന്നത് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ്. ഇനി കായിക വാർത്തകൾ നോക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2020 ഇന്ത്യയ്ക്ക് മികച്ച ജയം. 101 റൺസിനാണ് ആതിഥേയരുടെ ജയം. ഇന്ത്യയുടെ 175 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക വെറും 74 റൺസിന് ഓൾ ഔട്ടായി. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനമാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം സമ്മാനിച്ചത്. 2020 രാജ്യാന്തര മത്സരങ്ങളിൽ 100 വിക്കറ്റുകൾ എന്ന നേട്ടത്തിന് ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ അർഹനായി. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റിലും 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിലേക്കും ബുംറ എത്തി. 2020 ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ചെറിയ സ്കോറാണിത്. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.